ശബരിമല സ്വർണ്ണക്കുടത്തിലെ പങ്കാളിത്തം സംശയിക്കുന്ന ഡിമണി അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല. ഇതോടെ ഡിമണിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അതേസമയം മണിയുടെ സാമ്പത്തിക വളർച്ചയിലും വൻ ദുരൂഹതയുണ്ട്. സാധാരണ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന മണി 6 വർഷം കൊണ്ടാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നതെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഇയാളുടെ അതിവേഗത്തിലുള്ള വളർച്ച ഉൾപ്പെടെ SIT പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒന്നും അറിയില്ലെന്ന നിലപാട് ഡിമണി ആവർത്തിക്കുകയാണ്. പറയാനുള്ളതെല്ലാം SITയോട് പറഞ്ഞിട്ടുണ്ടെന്നും ഡിമണി വ്യക്തമാക്കി. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, ഡിമണി എങ്ങനെ ഒരു 6 വർഷം കൊണ്ട് ഇത്രത്തോളം വളർന്നു? വെറും ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നയാൾ സ്വർണ്ണ ബിസിനസ്സിലൂടെ മാത്രം ഇത്രയധികം വളർച്ച ഉണ്ടാവുക എന്നുള്ളത് അവിശ്വസനീയമായ ഒരു കാര്യമാണ്. അതിലെന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം SITയുടെ ഭാഗത്ത് നിന്നും മുന്നോട്ട് പോകുന്നുണ്ടോ? അനുശ്രീ, തീർച്ചയായും. കാരണം ഈയൊരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ സൂചിപ്പിച്ച ഒന്നായിരുന്നു ഈ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള തട്ടിപ്പ് സംഘവുമായി ചേർന്നിട്ടുള്ള ഒരു ബന്ധം. അതുമായി ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡിമണിയുടെ പേരും കൂട്ടി വായിക്കുന്നത്. കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അനുശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഓട്ടോ ഡ്രൈവർ എന്നുള്ള രീതിയിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ വലിയൊരു സമ്പത്തിന് ഉടമയായി മാറിയിരിക്കുന്നത്. ഈ ഒരു സ്വർണ്ണക്കൊള്ള, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വർണ്ണക്കൊള്ളയും ഒപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അടക്കം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഈ ഒരു വളർച്ച ഇതുമായി ബന്ധപ്പെട്ടാണോ, അതായത് ഈ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘവുമായി ബന്ധമുള്ളത് കൊണ്ടാണോ ഈ ഒരു വളർച്ച ഉണ്ടായിട്ടുള്ളത്? അങ്ങനെയുള്ള തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം അടക്കം നടത്തിയ ചോദ്യം ചെയ്യലിലും അടക്കം ഇയാൾ കൃത്യമായ ഒരു മറുപടി നൽകിയില്ല, അതായത് വിശദാംശങ്ങൾ നൽകിയിട്ടില്ല എന്ന് SIT പുറത്തുവിടുന്ന കാര്യം. ഇതിനൊപ്പം തന്നെ ഇയാളുടെ ഒരു വളർച്ചയും ഒപ്പം വ്യവസായിയുടെ ഒരു മൊഴി കൂടി കണക്കിലെടുത്താണ് ഡിമണിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. അതായത് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു ഡിമണിയുടെ പേര് ഈ ഒരു അന്വേഷണത്തിന്റെ പരിധിയിൽ വരികയും ഒപ്പം പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘം ഡിമണിയിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ചോദ്യം ചെയ്യലിൽ ഇയാൾ സഹകരിക്കുന്നില്ല. കൂടുതൽ ഇയാളുടെ പശ്ചാത്തലം അടക്കം കൂടുതൽ പരിശോധിക്കാൻ തമിഴ്നാട് പോലീസിന്റെ അടക്കം സഹായം തേടിയിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം. ഇതിനൊപ്പം തന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള ഈ കൊള്ള അത് ശബരിമല ക്ഷേത്രത്തിൽ മാത്രമാണോ ഒതുങ്ങി നിന്നത്? ഈ ഒരു സംഘം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലടക്കം ഈ ഒരു തട്ടിപ്പ് നടത്താനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 4 പഞ്ചലോക വിഗ്രഹം ശബരിമലയിൽ നിന്നും കടത്തി എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇതിലെല്ലാം SITക്ക് സ്ഥിരീകരണം ഉണ്ടാകണം. ഒപ്പം തന്നെ ഇത് എവിടേക്ക് എത്തിച്ചു, അതായത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് എത്തിച്ചോ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെയുള്ള ഏതെങ്കിലും വ്യവസായിയിലേക്കാണോ എത്തിയത്? അങ്ങനെയാണെങ്കിൽ ആ തൊണ്ടി മുതലടക്കം കണ്ടെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒപ്പം സ്വർണം, അതായത് ഈ ഒരു കട്ടിളപ്പാളിയിൽ നിന്നും ദ്വാരപാലക ശില്പത്തിൽ നിന്നടക്കം കണ്ടെടുത്തുള്ള, അതായത് കൊള്ള നടത്തിയിട്ടുള്ള സ്വർണം വീണ്ടെടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം കണ്ടെത്തുകയും ഒപ്പം തന്നെ ഈ ഒരു അന്താരാഷ്ട്ര ബന്ധമുണ്ടെങ്കിൽ അത് സ്ഥാപിച്ചെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട സാഹചര്യ തെളിവുകൾ ഉറപ്പിക്കുകയും ഒപ്പം കൂടുതൽ തെളിവുകൾ, ഇയാളുടെ ഒരു വളർച്ചയൊപ്പം കണക്കിലെടുത്തുകൊണ്ടുള്ള തെളിവുകൾ അടക്കം ശേഖരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വീണ്ടും ഡിമണിയുമായി ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യൽ എന്ന തരത്തിലേക്ക് അടക്കം കാര്യങ്ങൾ കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആവശ്യമെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാമെന്നൊരു തീരുമാനത്തിലാണ്. കാരണം ഇപ്പോൾ ആ ഒരു കസ്റ്റഡിയിലേക്കോ അറസ്റ്റിലേക്കോ കടക്കാൻ തക്ക രീതിയിലുള്ള തെളിവുകളൊന്നും ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ എത്തിയതിനു ശേഷം മാത്രമേ കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയുള്ളൂ. പക്ഷേ ഒരു ഡിമണി എന്നൊരു വ്യക്തി, ഇയാളല്ല എന്ന് പറയുമ്പോൾ പോലും ഈ ഒരു ഡിമണി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഈ ഒരു ഉന്നതരടക്കം ഉൾപ്പെട്ടിട്ടുള്ള ഗൂഢാലോചനയിലടക്കം ഇയാൾ പങ്കാളികളായിട്ടുണ്ട്. ഒപ്പം സാമ്പത്തിക ക്രയവിക്രയങ്ങളിലടക്കം ഇയാൾ പങ്കാളിയായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉന്നതരിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിലും ഡിമണിയിലേക്ക് എത്തിയേ പറ്റുള്ളൂ. കാരണം ഈ ഒരു ഗൂഢാലോചനയിൽ പങ്കെടുത്ത, അതായത് ഹൈക്കോടതി അടക്കം ഇപ്പോൾ അടുത്ത് പരാമർശിച്ചതുപോലെ തന്നെ ഈ ഒരു വമ്പൻ സ്രാവുകൾ ഇതിന്റെ പിന്നിലുണ്ട്. എന്തുകൊണ്ട് വമ്പൻ സ്രാവുകളിലേക്ക് എത്തുന്നില്ല? അങ്ങനെ ആ വമ്പൻ സ്രാവുകളിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു ഡിമണിയിലേക്കും ഒപ്പം ഡിമണിയിൽ നിന്നും ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റ് ഉന്നതരിലേക്കും ഒപ്പം ഈ ഒരു അന്താരാഷ്ട്ര മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രമുഖരിലേക്കും, അത് രാജ്യാന്തര തലത്തിലാണെങ്കിലും കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അന്വേഷണ പരിധിയിൽ ഇതെല്ലാം വരും. അതിനൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം. കാരണം ഇതിപ്പോൾ കേരളത്തിന്റെ ഒരു തലത്തിൽ നിന്നും മാറി അടുത്ത സംസ്ഥാനത്തിലേക്കും ഒപ്പം അന്താരാഷ്ട്ര ബന്ധമടക്കം കോടതി സംശയിച്ചതുപോലെ തന്നെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു അന്വേഷണം അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് കടക്കാനൊരു സാധ്യതയുണ്ട്. അനുശ്രീ, സാരംഗ്, അതുപോലെ തന്നെ ഈ ഡിമണി വ്യക്തമാക്കിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല, സ്വർണ്ണക്കൊള്ളയുമായി യാതൊരു ബന്ധമില്ല എന്നൊക്കെയാണ്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതൊക്കെ ഇനി അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എങ്കിലും ഈ ഡിമണിക്ക് മറ്റേതെങ്കിലും അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് മാഫിയയുമായി ബന്ധമുണ്ടോ? അവർ ഈ കേരളത്തിലെ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹങ്ങൾ മോഷ്ടിക്കാൻ കടത്താനുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതില്ലേ?
അനുസൃതി തീർച്ചയായും. കാരണം ഇത് തുടക്കത്തിൽ തന്നെ ആരോപിച്ചിരുന്നു ശബരിമലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല. കാരണം ശബരിമല എന്ന് പറയുന്നത് തന്നെ ഹൈക്കോടതിയും സർക്കാരിന്റെയും മറ്റ് നിയമ സംവിധാനങ്ങളുടെ എല്ലാം കൃത്യമായ നിരീക്ഷണമുള്ള അമ്പലമാണ്. ഒരു സീസണിൽ മാത്രമാണ് ഒരു വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ഉണ്ടാകുന്നതെങ്കിൽ പോലും അവിടെ വരുന്ന വരുമാനവും ഒപ്പം ഭക്തരടക്കം നൽകുന്ന വസ്തുക്കളിലടക്കം കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കേണ്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വലിയ വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുൻപിലുള്ള കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പത്തിലടക്കമുള്ള സ്വർണം ഇത്തരത്തിൽ കൊള്ള നടത്തുക എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു ധൈര്യം പെടണമെങ്കിൽ അതിന് മുൻപും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ടാകാം എന്നൊരു സൂചനയുണ്ട്. കാരണം നേരിട്ട് ഈ ഒരു ദ്വാരപാലക ശില്പത്തിലേക്ക് അടക്കം കണ്ണുവെച്ചുകൊണ്ടുള്ള ഒരു കൊള്ള എന്ന് പറയുന്നത് അത്ര കണ്ട് എളുപ്പമല്ല. കാരണം ഇതിന് മുൻപ് ഇതിന് നടത്തിയതിന്റെ ഒരു ധൈര്യത്തിന്റെ പുറത്തായിരിക്കണം ഇത്തരം കൊള്ളയിലേക്ക് കടന്നതെന്നായിരുന്നു ഒരു വിശദീകരണം. ഒപ്പം തന്നെ ഹൈക്കോടതി അടക്കം പരാമർശിച്ചിരുന്നു. കാരണം ഇത് വലിയൊരു കൊള്ളയാണ്. ഒപ്പം കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലടക്കം ഇങ്ങനെ ഒരു കൊള്ള നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ആ തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പല അമൂല്യ വസ്തുക്കളിലടക്കം ഇവർ കണ്ണു നട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതൊരു വലിയ നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ വലിയ തുകയുടെ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ കൊള്ള, അതായത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു കൊള്ളയാണ് ഇത് എന്ന കാര്യത്തിലേക്ക് വ്യക്തമായ വിരൽ ചൂണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത് മാത്രമല്ല, കേരളത്തിൽ ഇതുപോലെ തന്നെ സ്വർണം എന്നതിലുപരി ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വസ്തുക്കൾക്ക് അത് പുരാവസ്തു മാർക്കറ്റിലടക്കം നിലവിലെ മാർക്കറ്റ് വിലയേക്കാൾ ഇരട്ടി വില, അതായത് വലിയൊരു തുകയാണ് പുരാവസ്തു മാർക്കറ്റിൽ ഇതിനടക്കം നൽകുന്ന വില. കാരണം ക്ഷേത്രത്തിലെ ഒരു കേരളത്തിൽ തന്നെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള അമൂല്യ വസ്തുക്കൾക്ക് വലിയ വില ലഭിക്കും മാർക്കറ്റിൽ. ഈ ഒരു പുരാവസ്തു കടത്തിലടക്കം വലിയ വില ലഭിക്കേണ്ട വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കൂടുതൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ SITയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യം. കാരണം അങ്ങനെയാണെങ്കിൽ ഇതൊരു ശൃംഖലയായിക്കൊണ്ട് കേരളത്തിൽ വർഷങ്ങളായി നടക്കുന്ന ഒരു തട്ടിപ്പിന്റെ ഒരു പുറംചട്ട മാത്രമായിരിക്കണം ശബരിമലയിൽ നടന്നതും അത് പുറത്തേക്ക് വരികയും ചെയ്തത്. അങ്ങനെയെങ്കിൽ അന്വേഷണം കേരളത്തിൽ ഉടനീളം വ്യാപിപ്പിക്കേണ്ടി വരും. അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായ വിവരം ലഭിക്കണമെങ്കിൽ ഡി മണിയുടെ അന്വേഷണ സംഘവുമായി സഹകരിച്ചാൽ മാത്രമേ മുന്നോട്ട് എത്താൻ വഴിയുള്ളൂ. അത്തരത്തിൽ സഹകരിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപാടുകളും ഒപ്പം ബന്ധങ്ങളും ഇതിനു മുൻപ് ഈ ഒരു 2020 ഈ ഒരു സമയത്ത് 2020 അവസാനത്തോടു കൂടിയാണ് തിരുവനന്തപുരത്ത് എത്തുകയും പണമിടപാടുകൾ അടക്കം നടത്തിയെന്നായിരുന്നു ലഭിച്ച വിവരം. ഈ ഒരു യാത്രയടക്കം കണക്കിലെടുത്ത് അതായത് അതിനുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ കടക്കേണ്ടി വരും. അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട് പോലീസിന്റെ അടക്കം ഈ ഒരു സഹായം തേടിയിട്ടുള്ളത്. ഒപ്പം ഇയാളുടെ സഹായികളിലേക്കും അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ വലിയൊരു വ്യവസായിയാണ്, ഒപ്പം തന്നെ വലിയ ബന്ധങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻപ് ഉയർന്നു വന്ന പേരുകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ, മാത്രമല്ല ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ ആരോപണ വിധേയരായി നിൽക്കുന്നവരെ അടക്കം ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ SIT പരിഗണിക്കും, അത് പരിശോധിക്കും. എന്നിട്ടായിരിക്കും കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുക. അതിനൊപ്പം തന്നെ അനുസരിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് എത്ര വലിയ കോഴയാണ് അല്ലെങ്കിൽ കൊള്ളയാണ് നടന്നത് എന്നതിൽ SITക്ക് ഇപ്പോഴും കൃത്യമായ ഒരു അറിവ് നേടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ശബരിമലയിലെ കൃത്യമായി ഉള്ള മഹസറും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും മറ്റ് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ഇത്തരത്തിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ എല്ലാവിടെയും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അന്വേഷണ സംഘം കൂടുതൽ പ്രതിസന്ധി നേരിടേണ്ടി വരും. ആ സമയത്താണ് ഹൈക്കോടതിയുടെ പരിധിയിൽ നിൽക്കുന്ന ഈ ഒരു CBIയുടെ അന്വേഷണം, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം എന്നൊരു നിയമവശം കൂടി, ആ ഒരു സാഹചര്യം കൂടി പരിഗണിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ സസ്പെൻസുകൾ പൊടിയുകയും ചെയ്യും. ഗൂഢാലോചനയുടെ കാര്യം അടക്കം കൂടുതൽ വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണവുമായി ഡി മണി സഹകരിക്കുന്നില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.